പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തെയ്യം കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ പുത്തൂർ പജ്ജതഗൊഡ്ഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊറഗജൻ തെയ്യം എന്ന് പറയുന്ന ഒരു തുളുനാടൻ തെയ്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്നുള്ളത് ദൈവങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന തുളുനാട്ടിലാണ്. അപ്പം പാരമ്പര്യമായിട്ടും സാംസ്കാരികമായിട്ടും ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് തുളുനാട് എന്ന് പറയുന്നത്. കൊറഗജന് 30 ദിവസം പ്രായമുള്ളപ്പോൾ അവൻ്റെ അമ്മ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിക്കുകയാണ്. അങ്ങനെ അവൻ 7-ാം വയസ്സിൽ ആരുമില്ലാതെ ഒറ്റപ്പെടുകയാണ്. അങ്ങനെ കൊറഗജൻ തൻ്റെ 7-ാമത്തെ വയസ്സിൽ അവൻ്റെ ദേശം വിട്ട് തെക്കോട്ട് യാത്ര ആരംഭിക്കുകയാണ്. കല്ലപ്പന് സമീപം 100 കണക്കിന് ആളുകൾ കടന്നു പോകുന്ന മരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ഇരിക്കുന്നു. വിശപ്പ് കാരണം വെള്ള മണൽ അരിയായും കാട്ടുപേര തേങ്ങയായും അദ്ദേഹം കഴിച്ചു. ഏകാന്തത കാരണം അവൻ ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ അതുവഴി ബൈരക്ക ബൈദേതി എന്ന സ്ത്രീയും മകൾ അത്തു ബൈദേതിയും അവളുടെ സഹോദരൻ ചെന്നിയും അതുവഴി വന്നു. അവരാണെങ്കിൽ കള്ള് കച്ചവടവും കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അവൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയും നിരീക്ഷിച്ച് അവർ അവൻ്റെ അടുത്തേക്ക് വന്നു. അവരെ കണ്ട കൊറഗദീനിയ പെട്ടെന്ന് ഓടി ഒരു വേലിക്ക് പുറകിൽ ഒളിച്ചു. വേലിക്ക് പുറത്തു വരാൻ ബൈരക്ക അവനോട് പറഞ്ഞു. എന്നാൽ കൊറഗദീന പറഞ്ഞു തൻ്റെ അരയിൽ വസ്ത്രങ്ങളില്ല, അതുകൊണ്ടാണ് പുറത്തു വരാൻ പറ്റാത്തത് എന്ന്. അങ്ങനെ ബൈരക്ക പാത്രത്തിൽ കെട്ടിയ തുണിയെടുത്ത് അവന് നൽകുകയായി. തുണി അരയിൽ കെട്ടി അവൻ സങ്കടം കൊണ്ട് ഉറക്കെ കരഞ്ഞു. ബൈരക്കക്ക് അവനോട് സഹതാപം തോന്നി. അവൾ അവനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അവൻ്റെ കഥ പറയാൻ അവൻ തുടങ്ങി. തനിക്ക് മാതാപിതാക്കളും സമുദായത്തിലെ അംഗങ്ങളും വരെ നഷ്ടമായി. എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജോലിയും ഭക്ഷണവും തേടി ഞാൻ ദൂരദേശത്തേക്ക് വന്നതാണെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ബൈരക്ക അവനോട് കൂടെ വരാൻ പറഞ്ഞു. സ്വന്തം അങ്ങനെ കൊറഗദീനിയ അവരുടെ കൂടെ കൂടുകയായി. അങ്ങനെ അവരുടെ കൂടെ കള്ള് കച്ചവടവും അവൻ തുടങ്ങി. ബൈരക്കയുടെ സംരംഭം തഴച്ചു വളരാനും വീട്ടിൽ പണം കുമിഞ്ഞുകൂടാനും തുടങ്ങി. ഒരു ദിവസം മാതാപിതാക്കളുടെ നേർച്ച നിറവേറ്റാനായി അവൻ 1000 കൊട്ടകൾ നെയ്തെടുത്ത് ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. അങ്ങനെയിരിക്കെ ബൈരക്കയുടെ കുടുംബദൈവങ്ങൾക്ക് നേന്മ സംഘടിപ്പിച്ച ദിവസം വന്നെത്തി. തെങ്ങിൻ്റെ ഇലയും ഇളം തെങ്ങുകളും വാഴത്തൈകളും ബൈരക്കയുടെ വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് എത്തിക്കണമായിരുന്നു. അങ്ങനെ സാധനങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ചുരുങ്ങിയത് 7 പേരെങ്കിലും വേണം അത് കൊണ്ടുപോകാനെന്ന് ബൈരക്ക പറഞ്ഞു. ബൈരക്ക കൊറഗദിയോടും മകളോടും കൂടി അമ്പലത്തിൽ സാധനങ്ങൾ എത്തിക്കാൻ പറയുന്നു. എന്നാൽ കൊറഗദീനിയ 7 പേർ എടുക്കേണ്ട ഈ സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാം, പക്ഷേ 7 പേരുടെ ഭക്ഷണം എനിക്ക് നൽകണം. എന്നാൽ അതിൽ കള്ളും ചോറും 30 അയലക്കറികളും ഉണ്ടായിരിക്കണമെന്നും അവൻ ബൈരക്കയോട് പറയുന്നു.
അങ്ങനെ ഭൈരക്ക അവൻ്റെ ആഗ്രഹങ്ങൾ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഭക്ഷണം കഴിച്ച് അവൻ സാധനങ്ങൾ മൊത്തം തനിയെ ഒറ്റയ്ക്ക് പൊക്കി. അവൻ മുറ്റത്തുകൂടി നടക്കാൻ ആരംഭിച്ചു. തിരിഞ്ഞു നോക്കി ഭൈരക്കയെ നോക്കി അവൻ കരയാൻ തുടങ്ങി. അവൻ വികാരഭരിതനായി ഭൈരക്കയോട് പറഞ്ഞു, എൻ്റെ അമ്മയെപ്പോലെ നിങ്ങൾ എന്നെ നോക്കി. ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇന്ന് പുറം കാണിച്ചു പോയി നാളെ വയറു കാണിച്ചു തിരിച്ചു വരില്ല എന്ന് അവൻ അവരോട് പറയുകയായി. സങ്കടത്തോടുകൂടി ഭൈരക്ക അവനോട് പറഞ്ഞു, മകനെ, നീയുള്ളപ്പോൾ ഉണ്ടായ ദിവസങ്ങൾ ഞങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങളുണ്ടായി. നിനക്ക് അത് ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് നീ അവിടെ വയ്ക്കൂ. കൊറകദീനിയ പറഞ്ഞു, ഞാൻ നൽകിയ വാക്ക് തിരിച്ചെടുക്കില്ല. അതുപോലെ ഞാൻ ഉയർത്തിയ ഭാരം കുറയ്ക്കില്ല. അങ്ങനെ അതും പറഞ്ഞ് അവൻ അമ്പലം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കൊറകദീനിയെ ദൂരത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ക്ഷേത്രമേധാവി ശ്രദ്ധിച്ചു. അവൻ കൊറകദീനിയോട് സാധനങ്ങൾ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ ക്ഷേത്രത്തിനകത്ത് നീ പ്രവേശിക്കരുതെന്നും അവനോട് പറഞ്ഞു. ഇത് കേട്ട താനിയക്ക് വിഷമം തോന്നി. താൻ കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി. എന്നാൽ ഞാൻ താഴ്ന്ന ജാതിയിൽ പെട്ടതുകൊണ്ട് അല്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് എന്ന് അവൻ അവരോട് പറഞ്ഞു. സങ്കടം കടിച്ചമർത്തി അവൻ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ അരികിൽ ഇരുന്നു. അങ്ങനെയിരിക്കെ കുറച്ച് പഴങ്ങൾ ക്ഷേത്രമതിലകത്തിൻ്റെ അടുത്ത് അവൻ കാണാനിടയായി. അവൻ അതെടുക്കുവാൻ വേണ്ടി അതിൻ്റെ അരികിലേക്ക് നീങ്ങുകയായി. പഴങ്ങൾ എടുക്കുന്നതിനിടയിൽ അവൻ അറിയാതെ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിച്ചു. അവൻ്റെ കാലുകൾ ക്ഷേത്രമതിലിനകത്തെ കലശക്കുടത്തിൽ തട്ടുകയും ചെയ്തു. ഇത് കണ്ട ക്ഷേത്രത്തിലെ ദിവ്യൻ കോപത്താൽ അവരെ നോക്കി. അവൻ അവരെയും നോക്കി. അങ്ങനെ ദിവ്യൻ അവനെ ദൈവക്കരുവായി മാറ്റി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഈ തെയ്യത്തിൻ്റെ മറ്റൊരു പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കളം പ്രവേശിക്കുക. ദൈവസന്നിധിയിൽ നിന്നും കുറച്ചു ദൂരെ മാറി അവിടെ നിന്ന് വടിയും കുത്തി തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്ന ചടങ്ങാണ് ഇത്. അതുപോലെ തെയ്യത്തിൻ്റെ ഈ അരയിൽ കെട്ടിയിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് പണ്ട് വൈദേഹി അരയിലുടുക്കാൻ കൊടുത്ത വസ്ത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊറഗദം തെയ്യത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.